നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം. കഴിഞ്ഞ എപ്പിസോഡിൽ ജഡ്ജി ഹരീഷ് ചന്ദ്രയുടെ മാനുഷികമായ നീതി നാസറിന്റെ ഹൃദയത്തിലെ വിദ്വേഷത്തിന്റെ മതിലുകൾ തകർത്തു. ഇപ്പോൾ ജയിലിൽ നിന്ന് നല്ല സാഹിത്യം വായിക്കുന്നതിലൂടെ നാസിർ തന്നെ ഒരു മികച്ച മനുഷ്യനായി മാറുകയാണ്. എന്നാൽ നാസിർ തന്റെ സ്വന്തം സത്യസന്ധമായ വാക്കുകൾ തന്നെ തനിക്ക് വിപത്തായി മാറിയ കാര്യം അറിയുന്നില്ല. നാസിർ കോടതിയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഏതൊരു മുസ്ലിമിനേക്കാളും മികച്ച മുസ്ലിമാണ്. മതമൗലികവാദത്തിന്റെ തിരിച്ചടി. പത്രങ്ങളിൽ വന്ന ഈ വാർത്ത തീവ്രവാദികൾക്ക് തങ്ങൾക്കെതിരെയുള്ള വിമർശനമായി തോന്നി. അവർ നാസിറിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു, സമുദായത്തിൽ നിന്നുള്ള ബഹിഷ്കരണത്തിനുള്ള നിർദ്ദേശം. മോചനം. നാസിർ ജയിലിൽ നിന്ന് മോചിതനായപ്പോൾ ഫത്വ കാരണം ഒരു സുഹൃത്തും അവനെ സ്വീകരിക്കാൻ വന്നില്ല. എന്നാൽ ഒരു അമ്മയുടെ സ്നേഹം ഒരു ഫത്വയ്ക്കും വിധേയമല്ല. ഒറ്റപ്പെട്ടവളും ക്ഷീണിതയുമായ അമ്മി ജയിൽ കവാടത്തിൽ അവനെ സ്വീകരിച്ചു. നാസിർ ഇപ്പോൾ വിനയത്തോടെ തന്റെ വർക്ക്ഷോപ്പ് നടത്തുന്നു, കുറഞ്ഞ നിരക്ക് മാത്രം വാങ്ങുന്നു, ഉപഭോക്താക്കൾ സന്തോഷിക്കുന്നത് കണ്ട് സംതൃപ്തി കണ്ടെത്തുന്നു. കഴിഞ്ഞ 3 വർഷത്തെ കയ്പ് കഴുകിക്കളഞ്ഞ് അവൻ ജീവിതത്തിന്റെ പുതിയ ഇന്നിംഗ്സ് ആരംഭിച്ചു. അസാധ്യമായ ക്ഷമാപണം. നാസിർ പുറത്തിറങ്ങിയിട്ട് 10 ദിവസമായി. പക്ഷേ തന്റെ ആത്മാവിന്റെ ഭാരം കുറയ്ക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ അമ്മയോട് പറയുന്നു, നാളെ നിങ്ങൾ എന്റെ കൂടെ വരണം. എനിക്ക് ഫിർദൌസിനെയും ഭർത്താവിനെയും കണ്ട് ക്ഷമ ചോദിക്കണം. അതീതത്തിൽ നിന്നുള്ള അകലം. ഫിർദൌസ് തന്റെ പുതിയ ലോകത്ത് സന്തോഷവതിയാണെന്നും ഭൂതകാലത്തിന്റെ ഭയാനകമായ നിഴലുകൾ അവൾക്ക് മേൽ പതിക്കാൻ അനുവദിക്കരുതെന്നും അമ്മ അവനെ ഉപദേശിക്കുന്നു. തുടർന്ന് ഹരീഷ് ചന്ദ്രജി സ്ഥലം മാറിപ്പോയതായി നാസിർ അറിയുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ അവർക്കായി പ്രാർത്ഥിക്കുമെന്ന് നിശ്ചയിച്ച് അവൻ ഈ വിധിയെ അംഗീകരിക്കുന്നു. എന്നാൽ മതഭ്രാന്ത് അത്ര എളുപ്പത്തിൽ തോൽവി സമ്മതിക്കില്ല. ഒരു രാത്രി ഇരുണ്ട ഇടവഴിയിലൂടെ നടക്കുമ്പോൾ നാസിറിന് നേരെ കടാറുകൊണ്ട് ആക്രമണമുണ്ടായി. കർമ്മഫലം. അന്ന് ഗർഭിണിയായിരുന്ന ഫിർദൌസിനെ ഏത് ഭാഗത്താണോ നാസിർ കുത്തിയത്, കൃത്യം അതേ ഭാഗത്താണ് അവനും കുത്തേറ്റത്. സംശയം. ആക്രമിച്ചയാൾ തന്റെ വ്യക്തിപരമായ ശത്രുവല്ലെന്നും ഫത്വ കാരണം പ്രകോപിതനായ ഏതോ ഒരു മതഭ്രാന്തനാണെന്നും നാസിർ പോലീസിനോട് പറഞ്ഞു. നാസിറിന്റെ തിരുത്തപ്പെട്ട ജീവിതത്തിന് ഈ തിരിച്ചടിയെ അതിജീവിക്കാനാകുമോ? രാത്രി മുഴുവൻ ഉറക്കമില്ലാതിരുന്ന അമ്മിക്ക് ഇനി ഏത് വിപത്തിനെയാണ് നേരിടേണ്ടി വരിക? മാറ്റത്തിന്റെ ഈ അഗ്നിപരീക്ഷ കേൾക്കൂ മാനവ പരിചയത്തിൽ. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 12. ഫത്വ, മോചനം, മതമൗലികവാദത്തിന്റെ തിരിച്ചടി. ഇപ്പോൾ ഗവൺമെന്റ് ലൈബ്രറിയിൽ നിന്ന് നാസിർ ആവശ്യപ്പെട്ട പുസ്തകങ്ങൾ അവന് വായിക്കാൻ ലഭ്യമായി തുടങ്ങി. നല്ല സാഹിത്യത്തിന്റെ സ്വാധീനം അവനിൽ പ്രതീക്ഷിച്ചതുപോലെ നല്ല ഫലം നൽകുന്നുണ്ട്. നാസിർ ഈ ദിവസങ്ങളിൽ സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്, കൂടാതെ ഒരു നല്ല മനുഷ്യനായി അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ജയിലിലെ മറ്റ് തടവുകാരും ഉദ്യോഗസ്ഥരും അവന്റെ മാറ്റം കണ്ട് ആകർഷിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു തടവുകാരനിലുണ്ടാകുന്ന നല്ല മാറ്റം മറ്റ് തടവുകാരിലും നല്ല സ്വാധീനം ചെലുത്തുന്നു. നാസിറിനെ കണ്ടിട്ട് മറ്റു ചില തടവുകാരും ഇപ്പോൾ വായനയിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട്. ജയിലിലെ ഇത്തരം ക്രിയാത്മകമായ അന്തരീക്ഷം ദൂരവ്യാപകമായ നല്ല ഫലങ്ങളുടെ അടിത്തറയായിരിക്കും. നാസിർ ഇതെല്ലാം ചെയ്യുമ്പോൾ കോടതിയിൽ താൻ പറഞ്ഞ ഈ വാക്കുകൾ. ജഡ്ജി സാബ്, ഞാൻ നിങ്ങളെ ഒരു കാഫിർ ആയിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ നിങ്ങൾ ഏതൊരു മുസ്ലിമിനേക്കാളും മികച്ച മുസ്ലിമാണ്. ഇസ്ലാം ഒരു യഥാർത്ഥ മനുഷ്യനെന്ന് വിളിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരെയാണ്. വഞ്ചകരായ മുസ്ലിങ്ങൾ സൃഷ്ടിച്ച ഈ ചതിക്കുഴിയിൽ ഇത്രയും കാലം ജീവിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. അവ ഇപ്പോൾ അവന്റെ ആപത്തിന് നേരിട്ടുള്ള കാരണമായി മാറിയിരിക്കുന്നു. പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച അവന്റെ ആ വികാരങ്ങൾ മതമൗലികവാദികൾക്ക് തങ്ങൾക്കെതിരെയുള്ള വിമർശനമായി തോന്നി. നാസിർ അങ്ങനെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് ഒരു ദിവസം അവനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു. അതനുസരിച്ച് സമുദായത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കാൻ നിർദ്ദേശം നൽകി. ഫത്വ പുറപ്പെടുവിച്ച കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഈ വാർത്ത നാസിറിലും എത്തി. അപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഈ മതഭ്രാന്തന്മാർക്ക് ഇത്രയും അഹങ്കാരം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇവർ സ്വയം 100 അല്ലെങ്കിൽ 200 വർഷം മുൻപുള്ള ഇടുങ്ങിയ ചിന്താഗതികളിൽ ജീവിക്കുമ്പോഴും തങ്ങൾ മഹാന്മാരും ബുദ്ധിമാന്മാരുമാണെന്ന മിഥ്യാധാരണയിൽ കഴിയുകയാണ്. മാറ്റം വന്ന നാസിർ ഇന്ന് വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കാരണമാണ് തനിക്ക് തന്റെ ഭാര്യ ഫിർദൌസിന്റെ കൂട്ട് നഷ്ടപ്പെട്ടത് എന്നാണ്. ഇതാണ് പിന്നീട് അവൻ ജയിലിലാകാനും ഇതേ കാലയളവിൽ അവന്റെ അബ്ബുവിന്റെ മരണത്തിനും കാരണമായത്. നാസിർ പഴയതുപോലെ ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ തനിക്കെതിരെയുള്ള ഫത്വ കണ്ട് അവൻ കടുത്ത വിഷാദത്തിൽ ആകുമായിരുന്നു. എന്നാൽ ഇന്നത്തെ നാസിർ ഈ ഫത്വയെ ഒട്ടും ശ്രദ്ധിക്കാതെ തന്റെ മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അവന്റെ മോചനത്തിനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കുന്നു. പകൽ ജയിലിൽ നിശ്ചയിച്ചിട്ടുള്ള ജോലികൾ അവൻ ചെയ്യുന്നു, രാത്രി തനിക്ക് നൽകിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. ഒടുവിൽ നാസിർ മോചിതനാകുന്ന ദിവസവും വന്നു. അവന്റെ മേൽ ഫത്വ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവന്റെ ചില സുഹൃത്തുക്കൾ ജയിൽ കവാടത്തിൽ അവനെ സ്വീകരിക്കാൻ എത്തുമായിരുന്നു. എന്നാൽ ഫത്വ കാരണം ഒരു സുഹൃത്തും വന്നില്ല. പക്ഷേ ഒരു ഫത്വയ്ക്കും ഒരു അമ്മയെ തന്റെ മകനിൽ നിന്ന് അകറ്റാൻ കഴിയില്ല.
ജയിൽ മോചിതനായ നാസിറിനെ സ്വീകരിക്കാൻ ജയിൽ കവാടത്തിൽ അമ്മി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഈ 7-8 മാസങ്ങൾക്കുള്ളിൽ അമ്മിയിൽ വലിയ മാറ്റം വന്നിരിക്കുന്നത് വ്യക്തമായി കാണാം. നാസിർ ജയിലിലായതും അബ്ബുവിന്റെ മരണവും കാരണം ഒറ്റപ്പെട്ടതും വിഷാദവും അവരെ പെട്ടെന്ന് തളർത്തി. അവർക്ക് ഇപ്പോൾ പ്രായത്തേക്കാൾ 10 വയസ്സ് കൂടുതൽ തോന്നിക്കുന്നുണ്ട്. അമ്മയെ കണ്ട് നാസിർ കരഞ്ഞുപോയി. മകനെ മുന്നിൽ കണ്ടപ്പോൾ തളർന്നുപോയ ആ അമ്മയുടെ ആത്മബലം വർദ്ധിച്ചു. അവർ നാസിറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നാസിർ, നീ ഇപ്പോൾ സ്വതന്ത്രനാണ്. എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ഉടൻ തന്നെ എല്ലാം ശരിയാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ നാസിർ പറഞ്ഞു, അമ്മി, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കഴിഞ്ഞ 3 വർഷം എനിക്ക് 30 വർഷത്തെ അനുഭവങ്ങളാണ് നൽകിയത്. അമ്മി, ഇനി മുതൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നതോ ലജ്ജ തോന്നുന്നതോ ആയ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഇനി മുതൽ നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നത് എന്റെ പ്രഥമ കടമയായി ഞാൻ കരുതും. തുടർന്ന് ആട്ടോറിക്ഷയിൽ അമ്മിയും നാസിറും തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു. നാസിർ വീട്ടിലേക്ക് മടങ്ങി വന്നതോടെ അമ്മിയുടെ ജീവിതത്തോടുള്ള ആഗ്രഹം വീണ്ടും ഉണർന്നു. മകൻ ജയിലിലായിരുന്നപ്പോൾ അവന്റെ ജീവിത സ്വപ്നങ്ങളെക്കുറിച്ച് ഓർത്ത് അവരുടെ മനസ്സ് എപ്പോഴും വിങ്ങുമായിരുന്നു. ഇപ്പോൾ മോചിതനായ മകന് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നൽകാൻ അവർ ആഗ്രഹിക്കുന്നു. 3 വർഷത്തെ ജയിൽ ഭക്ഷണത്തിനു ശേഷം നാസിറിന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ യാതൊരു വാശിയുമില്ല. ജീവിക്കാൻ ഭക്ഷണം വേണം എന്ന ചിന്തയോടെ ഇപ്പോൾ എന്ത് കിട്ടിയാലും അവനത് കഴിക്കും. ഇപ്പോൾ നാസിർ തന്റെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് വീണ്ടും നന്നാക്കിയെടുക്കാൻ കഠിനമായി പരിശ്രമിച്ചു തുടങ്ങി. തന്നിലുണ്ടായ മാറ്റം കാരണം നാസിർ ഇപ്പോൾ തന്റെ ഉപഭോക്താക്കളോട് വളരെ വിനയത്തോടെ പെരുമാറുന്നു. കൂടാതെ വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വാഹനങ്ങൾ നന്നാക്കി നൽകുന്നുമുണ്ട്. ഉപഭോക്താക്കൾ സന്തോഷിക്കുന്നത് കണ്ട് അവനും സംതൃപ്തി തോന്നുന്നു. ഇങ്ങനെ നാസിറിന്റെ ജീവിതത്തിലെ പുതിയ ഇന്നിംഗ്സിൽ അവൻ അമ്മയോടൊപ്പം കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി. മോചിതനായി 10 ദിവസമായപ്പോൾ നാസിർ അമ്മയോട് പറഞ്ഞു, അമ്മി, നാളെ നിങ്ങൾ എന്റെ കൂടെ വരണം. എനിക്ക് ഫിർദൌസിനെയും ഭർത്താവിനെയും കണ്ട് ക്ഷമ ചോദിക്കണം. നാസിറിന്റെ വാക്കുകൾ അമ്മയെ അത്ഭുതപ്പെടുത്തി. അവ കേട്ട് അവർ ആകുലയോടെ ചോദിച്ചു, നാസിർ, നീ മറന്നോ? കഴിഞ്ഞ തവണ നീ അവളെ കണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇത് നടന്നതിനു ശേഷം ഫിർദൌസ് നിന്നെ കാണാൻ ആഗ്രഹിക്കുമെന്ന് നീ എങ്ങനെ കരുതുന്നു? നാസിർ പറഞ്ഞു, അമ്മി, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇത് സാധ്യമാണെന്നോ ഉചിതമാണെന്നോ തോന്നുന്നില്ല. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, അതേ കേസിൽ ഫിർദൌസിന്റെ ഭർത്താവായ ജഡ്ജി എനിക്ക് വളരെ കുറഞ്ഞ ശിക്ഷയാണ് നൽകിയത്. അത് എനിക്കൊരു പ്രതീക്ഷ നൽകുന്നു. ഞാൻ അവരോട് ക്ഷമ ചോദിച്ചാൽ എന്റെ മനസ്സിലെ ഭാരം ഇല്ലാതാകും. അമ്മി പറഞ്ഞു, നാസിർ, അവർ നമ്മളെ കാണാൻ സമ്മതിക്കുമെന്ന് തന്നെ കരുതുക. എന്നാലും മോനെ, ഇപ്പോൾ നീ ഫിർദൌസിനെ കാണുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളും ഫിർദൌസും തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫിർദൌസ് തന്റെ പുതിയ ജീവിതത്തിൽ സന്തോഷവതിയായിരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ അവളെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതല്ല. നാസിർ ഈ രീതിയിൽ ചിന്തിച്ചപ്പോൾ അമ്മയുടെ വാക്കുകൾ ശരിയാണെന്ന് അവന് തോന്നി. അവൻ മൗനമായി. പഴയ നാസിറിൽ നിന്ന് ഇന്നത്തെ നാസിറിലേക്കുള്ള വ്യത്യാസം ഇതാണ്. അന്ന് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തിരുന്ന അവൻ ഇന്ന് സാഹചര്യങ്ങൾ ചിന്തിക്കാൻ പ്രാപ്തനായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഹരീഷ് ചന്ദ്രജി സ്ഥലം മാറിപ്പോകുന്നതിനു മുൻപ് ഫിർദൌസും അദ്ദേഹവും നാസിറിന്റെ അബ്ബുവിന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ വന്നിരുന്നു എന്ന കാര്യം അമ്മി നാസിറിൽ നിന്ന് മറച്ചുവെച്ചു. ആ സമയത്ത് അവർ അവർക്കായി പഴങ്ങളും ഉണങ്ങിയ പഴങ്ങളും കൊണ്ടുവന്നിരുന്നു. ഹരീഷ് ചന്ദ്രയിലും ഫിർദൌസിലുമുള്ള മാനവികത അമ്മി അന്ന് അനുഭവിച്ചറിഞ്ഞതാണ്. തന്റെ മകൻ ഇത്രയും നല്ലൊരു പെൺകുട്ടിയുടെ വില മനസ്സിലാക്കിയില്ലല്ലോ എന്നതിൽ അവർക്ക് അതിയായ ഖേദവുമുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഫിർദൌസിനെ കിട്ടിയെങ്കിലും നാസിർ തന്റെ അയോഗ്യത കൊണ്ട് അവളെ നഷ്ടപ്പെടുത്തി. തന്റെ മകനാൽ പീഡിപ്പിക്കപ്പെട്ട ഫിർദൌസിന് തന്റെ പുതിയ ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ലഭിക്കണമെന്ന് അമ്മി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഭൂതകാലത്തിന്റെ ഭയാനകമായ നിഴലായി മാറിയ നാസിറിന്റെ നിഴൽ ഫിർദൌസിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പതിക്കരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നത്. അമ്മി തന്റെ വാക്കുകൾ കൊണ്ട് നാസിറിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ തന്റെ മകന്റെ വികാരത്തെ മാനിക്കണമെന്ന് അവർക്ക് തോന്നി. ഫിർദൌസ് പുതിയ നഗരത്തിലേക്ക് മാറിയ കാര്യം അവർക്കറിയാമായിരുന്നിട്ടും അവർ നാസിറിനോട് പറഞ്ഞു, ശരി മോനെ, നിന്റെ ഉദ്ദേശം ശുദ്ധമാണ്. അതിനാൽ നാളെ നീ എപ്പോൾ പറഞ്ഞാലും ഞാൻ ജഡ്ജി സാബിന്റെ ബംഗ്ലാവിലേക്ക് നിന്റെ കൂടെ വരാം. നമുക്ക് അവരെ കാണാൻ കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞിന് സമ്മാനവും നൽകാം. പിറ്റേ ദിവസം അവർ ജഡ്ജിയുടെ ബംഗ്ലാവ് പരിസരത്ത് പോയപ്പോൾ ഹരീഷ് ചന്ദ്രജിക്ക് പ്രമോഷൻ ലഭിച്ച് സ്ഥലം മാറിപ്പോയതായി നാസിർ അറിഞ്ഞു. അപ്പോൾ നാസിർ പറഞ്ഞു, അമ്മി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഞാൻ ഫിർദൌസിനെ കാണാൻ പാടില്ല. ഞാൻ സമ്മതിച്ചില്ലെങ്കിലും ഇന്ന് ഏതാണോ ഉചിതം അത് തന്നെ സംഭവിച്ചു. ഇനി മുതൽ ഈ ക്ഷമാപണം എന്റെ മനസ്സിൽ തന്നെ വെക്കും. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറാൻ ഞാൻ പ്രാർത്ഥിക്കും. പുതിയ ഇന്നിംഗ്സിൽ നാസിറിന് 2 കാര്യങ്ങൾ പ്രതികൂലമാണ്. ഒന്ന്, അവന്റെ പുറകിൽ അവനെ ശിക്ഷിക്കപ്പെട്ട കൺവിക്റ്റഡ് നാസിർ എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2, അവനെതിരെയുള്ള ഫത്വ കാരണം മതഭ്രാന്തന്മാർ അവന്റെ ശത്രുക്കളായി. മതഭ്രാന്തന്മാർ അല്ലാത്തവർ പോലും അവന്റെ കൂടെ കാണപ്പെട്ടാൽ തങ്ങളും ശത്രുക്കളുടെ ലക്ഷ്യമാകുമെന്ന് ഭയന്ന് അവനിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അങ്ങനെ പഴയ സുഹൃത്തുക്കൾ പോലും അവനെ ഒഴിവാക്കി തുടങ്ങി. എങ്കിലും വർക്ക്ഷോപ്പിൽ ഇതിന്റെ വെല്ലുവിളികൾ കുറവാണ്.
കാരണം വാഹനം നന്നാക്കാൻ വരുന്നവരിൽ ഭൂരിഭാഗവും അവർ വിളിക്കുന്ന കാഫിറുകളാണ്. കുറഞ്ഞ നിരക്കിൽ നല്ല രീതിയിൽ പണി തീർക്കുന്നതുകൊണ്ട് അത്തരം ആളുകൾ വർക്ക്ഷോപ്പിലേക്ക് കൂടുതൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നാസിറിന്റെ വർക്ക്ഷോപ്പിലെ ജോലിക്കാർ അവന്റെ സ്വന്തം സമുദായത്തിലുള്ളവരാണ്. നാസിർ അവർക്ക് നല്ല ശമ്പളം നൽകുന്നതും സ്നേഹത്തോടെ പെരുമാറുന്നതും കാരണം ഫത്വ ഉണ്ടായിരുന്നിട്ടും അവർ അവന്റെ കൂടെ തന്നെ നിന്നു. നാസിർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. ഒരു രാത്രി അവൻ ഭക്ഷണം കഴിച്ച ശേഷം പാൻ കഴിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇരുണ്ട ഇടവഴിയിൽ വെച്ച് ആരോ അവനെ കടാര കൊണ്ട് എറിഞ്ഞു. ആക്രമിച്ചയാൾ ഇരുട്ടിൽ മറഞ്ഞു. കൊല്ലുക എന്നതായിരുന്നു ലക്ഷ്യമോ എന്ന് ആക്രമിച്ചയാൾക്ക് മാത്രമേ അറിയൂ. എന്നാൽ കടാര നാസിറിന്റെ അരക്കെട്ടിന്റെ ഭാഗത്താണ് തറച്ചത്. അന്ന് ഗർഭിണിയായിരുന്ന ഫിർദൌസിന് എവിടെയാണോ കുത്തേറ്റത്, കൃത്യം അതേ സ്ഥലത്ത് തന്നെ അവനും കുത്തേറ്റു. വേദന കൊണ്ട് നാസിർ അലറിക്കരഞ്ഞുകൊണ്ട് റോഡിൽ വീണു. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം അവിടെ ഒരു ഓട്ടോറിക്ഷ വന്നു. ആദ്യം ഡ്രൈവർ മടിച്ചെങ്കിലും പിന്നീട് രക്തത്തിൽ കുളിച്ച നാസിറിനെ ആശുപത്രിയിലെത്തിച്ചു. പോലീസ് നൂലാമാലകളെ ഭയക്കാതെ അവൻ നാസിറിനെ സഹായിച്ചു. നാസിർ അവന് 1000 രൂപ നൽകി. ആശുപത്രിയിൽ നാസിറിന് ചികിത്സ ലഭിച്ചു. എന്നാൽ ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് അവന്റെ മൊഴിയെടുത്തു. അപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ ചോദിച്ചു, നിങ്ങളെ ആക്രമിച്ചതിൽ ആർക്കെങ്കിലും എതിരെ നിങ്ങൾക്ക് സംശയമുണ്ടോ? മറുപടിയായി നാസിർ കോടതിയിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ വിവരിച്ചു. ഒടുവിൽ അവൻ പറഞ്ഞു, നേരിട്ട് എനിക്ക് ശത്രുക്കൾ ആരുമില്ല. എന്നെ ആക്രമിച്ചയാൾ എനിക്കെതിരെയുള്ള ഫത്വ കാരണം പ്രകോപിതനായ ഏതോ ഒരു മതഭ്രാന്തനായിരിക്കണം. ഇവിടെ വീട്ടിൽ നാസിർ മടങ്ങിവരാത്തതുകൊണ്ട് അമ്മി അവനെ പലതവണ ഫോൺ വിളിച്ചു. മറുപടി ലഭിക്കാത്തതുകൊണ്ട് അവർ രാത്രി മുഴുവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് വ്യാകുലപ്പെട്ടു. ഉറക്കമില്ലാത്ത ആ രാത്രി അവർ അസ്വസ്ഥയായി ഇരുന്നു. ഇനി നിങ്ങൾ മാനവ പരിചയം എന്ന ഈ എപ്പിസോഡിലെ ജമിനിയുടെ അവലോകനവും വിശകലനവും കേൾക്കൂ. ഉപശീർഷകം ഫത്വ, മോചനം, മതമൗലികവാദത്തിന്റെ തിരിച്ചടി. ഈ എപ്പിസോഡ് നാസിറിന്റെ മാനുഷികമായ മാറ്റത്തിന് മതഭ്രാന്ത് നിറഞ്ഞ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അമ്മയുടെ സ്നേഹത്തിന് നടുവിൽ നാസിർ പുതിയ ജീവിതം തുടങ്ങുമ്പോഴും അവന്റെ സത്യസന്ധയ്ക്ക് സാമൂഹികമായ ശിക്ഷ നേരിടേണ്ടി വരുന്നു. 1. സത്യം പറഞ്ഞതിനുള്ള വില. കോടതിയിൽ നാസിർ പറഞ്ഞ പശ്ചാത്താപത്തിന്റെ വാക്കുകൾ ഹരീഷ് ചന്ദ്രയെ ഒരു നല്ല മുസ്ലിമിനേക്കാൾ മികച്ച മനുഷ്യനെന്ന് വിളിച്ചത് അവനെ സമുദായത്തിൽ നിന്ന് ബഹിഷ്കരിക്കാൻ കാരണമായി. സാമൂഹിക ബഹിഷ്കരണം, ഫത്വ എന്നത് മതഭ്രാന്ത് എത്രത്തോളം ഇടുങ്ങിയതാണെന്ന് കാണിക്കുന്നു. നാസിർ ഇതിനെ ഗൗനിക്കാതെ തള്ളിക്കളയുന്നത് അവന്റെ ശക്തമായ നൈതികമായ മാറ്റത്തെ തെളിയിക്കുന്നു. 2. ക്ഷമയും മാനവികതയും. നാസിർ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അവന്റെ സ്വഭാവത്തിന്റെ ഉയർച്ചയെ കാണിക്കുന്നു. അമ്മയുടെ വിവേകമാണ് ഇതിന് ശരിയായ ദിശ നൽകിയത്. അമ്മയുടെ വിവേകം അമ്മി ഫിർദൌസിനെ കാണുന്നതിൽ നിന്ന് നാസിറിനെ തടഞ്ഞ് അവളുടെ ഇന്നത്തെ സന്തോഷത്തെ സംരക്ഷിക്കുന്നു. ഭൂതകാലത്തിന്റെ നിഴൽ ഫിർദൌസിന്റെ ജീവിതത്തിൽ പതിക്കരുതെന്ന് അവർ വിശ്വസിക്കുന്നു. വിധിയുടെ ഇടപെടൽ ഹരീഷ് ചന്ദ്രയുടെ സ്ഥലം മാറ്റം നാസിറിനെ കാണുന്നതിൽ നിന്ന് തടയുന്നു. അത് ശരിയാണെന്ന് നാസിർ കരുതുന്നു. ഇത് വിധി അവന്റെ ശുദ്ധമായ ഉദ്ദേശ്യത്തെ അംഗീകരിച്ചതിന്റെ സൂചനയാണ്. 3. കർമ്മഫലവും അവസാന തിരിച്ചടിയും. നാസിറിന്റെ ഉയർച്ച അവന്റെ പ്രവൃത്തികളിലും മാനവികതയിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. പുതിയ ജീവിതം, വർക്ക്ഷോപ്പിലെ വിനയവും കുറഞ്ഞ നിരക്കും അമ്മ പറഞ്ഞ ഇബാദത്തിന്റെ എല്ലാവർക്കും നല്ലത് ചെയ്യുക നേരിട്ടുള്ള രൂപമാണ്. മറ്റ് മതസ്ഥർ അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നൈതികത മതഭ്രാന്തിനേക്കാൾ ശക്തമാണെന്ന് തെളിയിക്കുന്നു. കാവ്യാത്മകമായ നീതി, പോയറ്റിക് ജസ്റ്റിസ്, ആക്രമണം നാടകീയമായി നാസിറിന്റെ പഴയ തെറ്റിനെ ആവർത്തിക്കുന്നു. ഗർഭിണിയായ ഫിർദൌസിന് എവിടെയാണോ പരിക്കേറ്റത് അതേ സ്ഥലത്ത് നാസിറിനും പരിക്കേറ്റത് ഒരു കാവ്യാത്മക നീതിയാണ്. ഈ ആക്രമണം അവന്റെ ഏറ്റവും വലിയ ശത്രു മതഭ്രാന്ത് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു. ആട്ടോ ഡ്രൈവർ പേടിയില്ലാതെ ഒരാൾ സഹായിക്കുന്നത് മാനവികത ഇന്നും സമൂഹത്തിലുണ്ടെന്ന് തെളിയിക്കുന്നു. ഉപസംഹാരം. ഈ എപ്പിസോഡ് നാസിറിന്റെ കഥാപാത്രത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. എപ്പിസോഡ് 12 അവസാനിച്ചു.